PSC വിന്നേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് HSI നാച്ചുറൽ സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ്. 43ാമത്തെ ക്വസ്റ്റ്യൻ, നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ അല്ലാത്തത്. ഓപ്ഷൻ എ അസറ്റോബാക്ടർ, ബി ക്ലോസ്ട്രീഡിയം, സി അസറ്റോമൈസിൻ, ഡി റൈസോബിയം. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്. 44 ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ, നീർക്കെട്ട് ബാധിച്ച കാലുകൾ എന്നിവ ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഓപ്ഷൻ എ മാരാസ്മസ്, ഓപ്ഷൻ ബി ക്വേഷിയോക്കർ, ഓപ്ഷൻ സി റിക്കറ്റ്സ്, ഓപ്ഷൻ ഡി ഡൗൺ സിൻഡ്രം. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്, ക്വേഷിയോക്കർ. 45 രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായ വിറ്റാമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ എ, ഓപ്ഷൻ ബി വിറ്റാമിൻ സി, ഓപ്ഷൻ സി വിറ്റാമിൻ ഡി, ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്, വിറ്റാമിൻ കെ. 46 സസ്യങ്ങളിൽ ഫലങ്ങൾ പഴുക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകളാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്, എത്തിലീൻ. 47 ജീവികളുടെ ക്രോമസോമുകളുടെ എണ്ണം സെറ്റായി വർദ്ധിക്കുന്ന തരം ഉൽപരിവർത്തനമാണ്. ഓപ്ഷൻ എ യൂപ്ലോയിഡി. 48 പ്ലാസ്മിഡുകളുടെ സവിശേഷത അല്ലാത്തത്. ഓപ്ഷൻ സി ആണ്, ലാംഡ പേജിൽ നിന്നും കൃത്രിമമായി ഉണ്ടാക്കുന്നവയാണ്. 49 ഡൗൺ സിൻഡ്രം രോഗികളിൽ കാണുന്ന ക്രോമസോം ഘടന. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്. 50 C4 സസ്യങ്ങളുടെ പ്രത്യേകതകളാണ്. ഓപ്ഷൻ ഡി ഇവയെല്ലാം പ്രത്യേകതകളാണ്. 51 അച്ഛൻ്റെ രക്തഗ്രൂപ്പ് എയും അമ്മയുടെ രക്തഗ്രൂപ്പ് ബിയും അവർക്കുണ്ടായ കുട്ടിയുടെ രക്തഗ്രൂപ്പ്. ഓപ്ഷൻ എ ആണ്, എ ബി എ ബി ഒ വരും. 52 സ്പോറോജെനസിസിലെ അവസാനത്തെ ഡിപ്ലോയിഡ് കോശങ്ങൾ. ഓപ്ഷൻ സി ആണ്, മൈക്രോസ്പോർ മദർസ് കോശങ്ങളാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്, മൈക്രോസ്പോർ മദർ കോശങ്ങൾ. 53 സംവഹന കലകളായ സൈലത്തിലെയും ഫ്ലോയത്തിൻ്റെയും ഇടയിൽ മെരിസ്റ്റമിക കലയായ ക്യാമ്പിയം കാണപ്പെടുന്നത്. ഓപ്ഷൻ എ ആണ്, ദ്വിബീജകാണ്ഡത്തിലാണ്. 54 വാർഷിക വലയങ്ങളുടെ എണ്ണം നോക്കി വൃക്ഷത്തിൻ്റെ പ്രായം നിർണ്ണയിക്കുന്ന രീതിയാണ്. ഓപ്ഷൻ ബി ഡെൻഡ്രോക്രോണോളജി. 55 നെല്ലിനെ ബാധിക്കുന്ന ബ്ലാസ്റ്റ് രോഗത്തിന് കാരണം. ഓപ്ഷൻ സി ആണ്, ഫംഗസ്. 56 ആസ്മ രോഗത്തിന് ഉപയോഗിക്കുന്ന എഫ്രിഡിൻ എന്ന മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ജിംനോസ്പേമിൽ നിന്ന്. 57 റൈബോസോമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ഓപ്ഷൻ എ ന്യൂക്ലിയോലസ്. 58 ഇലകളിൽ സസ്യഛേദനം നടക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, ആസ്യരന്ധ്രങ്ങൾ വഴി. 59 മൃദുല പേശികൾ, രേഖാങ്കിത പേശികൾ ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഓപ്ഷൻ എ ആണ്, മൃദുല പേശികൾ വരകൾ ഇല്ലാത്തതും അനൈച്ഛികവുമാണ്. രേഖാങ്കിത പേശികൾ വരകൾ ഉള്ളതും ഐച്ഛികവുമാണ്. 60 ക്രോസിംഗ് ഓവർ നടക്കുന്ന കോശവിഭജന ഘട്ടം. ഓപ്ഷൻ സി ആണ്, പാക്കറ്റിൻ. 61 ജീവിവർഗത്തിൻ്റെ പ്രവർത്തനത്താൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റമുണ്ടാകുന്നു. ഇതാണ് ഓപ്ഷൻ ഡി, റിയാക്ഷൻ ആണ്. അപ്പോൾ ജീവിവർഗത്തിൻ്റെ പ്രവർത്തനത്താൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന് റിയാക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. 62 ജീവജാലങ്ങളെ 5 ഖണ്ഡങ്ങളായി തരം തിരിച്ച ശാസ്ത്രജ്ഞൻ. ജീവജാലങ്ങളെ 5 ഖണ്ഡങ്ങളായി തരം തിരിച്ചിരിക്കുന്നത് R.H. വിറ്റാക്കർ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. ഓക്കെ, താങ്ക് യു.